നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അൻവർ എഫക്റ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി പുളയുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം, അൻവർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും തിരുവഞ്ചൂർ. കോട്ടയം സംക്രാന്തിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. 800 ഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കൊണ്ടുവന്നത് എറണാകുളത്തുനിന്നും. സഹായിയും കസ്റ്റഡിയിൽ. കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് കറുത്ത വെള്ളിയാഴ്ച. പട്ടിത്താനത്ത് ഗൃഹനാഥൻ കിണറ്റിൽ വീണു മരിച്ചു. പാലായിൽ വ്യാപാരി കടയിൽ തൂങ്ങി മരിച്ചു. നട്ടാശ്ശേരി വട്ടമൂടിൽ കുഴിയിൽ അജ്ഞാതൻ മരിച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. അൻവർ എഫക്റ്റ് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പുളയുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അൻവർ പറയുന്നതിൽ വസ്തുത ഉണ്ടെന്ന തെളിവാണ് ആരോപണങ്ങൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സത്യം പുറത്തുവരാൻ ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണമെന്നും അൻവർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നാണ് കരുതുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ അൻവർ ഇഫക്റ്റ് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പൊളയുകയാണ്. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് CPM-നകത്ത് അവരുടെ പാർലമെന്ററി പാർട്ടിയിലെ പ്രമുഖനായ ഒരു വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രബലമായ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം കുറെ കാലമായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ശ്രീ അൻവർ ചോദ്യം ചോദിക്കുക മാത്രമല്ല, അതിനൊരു പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ്. കാരണം നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് പരാതി പറയാനുള്ളൊരു സാധ്യത കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത്. കോട്ടയം സംക്രാന്തിയിൽ 800 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായി. വടവാതൂർ സ്വദേശി സ്റ്റാൻ കെ വിൽസനെയാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയത്. കോട്ടയം സംക്രാന്തിയിൽ 800 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വടവാതൂർ MRFന് സമീപം താമസിക്കുന്ന സ്റ്റാൻ കെ വിൻസണിനെയാണ് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഇൻസ്പെക്ടർ T ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് നിന്ന് ബസിൽ കഞ്ചാവുമായി എത്തിയ യുവാവിനെയാണ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളെ കൂട്ടാനെത്തിയ യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വ്യാഴാഴ്ച നീലിമംഗലം ഭാഗത്ത് നിന്ന് പോലീസ് സംഘം ഹെറോയിൻ പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവുമായി യുവാവ് എറണാകുളത്ത് നിന്ന് ബസിൽ കോട്ടയത്തേക്ക് എത്തുന്നതായി വിവരം ലഭിച്ചത്. തുടർന്ന് സംക്രാന്തി ഭാഗത്ത് വെച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാളുടെ ബാഗിൽ നിന്നും 800 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇയാൾ മുൻപ് കേസുകളിൽ പ്രതിയാണോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നട്ടാശ്ശേരി വട്ടമൂട് റോഡരികിലെ കുഴിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. കോട്ടയം നട്ടാശ്ശേരി വട്ടമൂട് ഭാഗത്ത് റോഡരികിലെ കുഴിയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹമാണ് കുഴിയിൽ കണ്ടത്. വട്ടമൂട് ഐമനത്ത് ചിറ റോഡരികിലെ കുഴിയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. മാലിന്യം തള്ളുന്ന കുഴിയിൽ നിന്നും അതിരൂക്ഷമായ ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ വിവരം കോട്ടയം ഈസ്റ്റ് പോലീസിനെയും പഞ്ചായത്ത് അംഗത്തെയും അറിയിച്ചു. ഇതനുസരിച്ച് കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ U ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പട്ടിത്താനത്ത് ഗൃഹനാഥൻ കിണറ്റിൽ വീണു മരിച്ചു. കുന്നത്ത് കിഴക്കേതിൽ വേണുഗോപാലാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ഏറ്റുമാനൂർ പട്ടിത്താനത്ത് ഗൃഹനാഥനെ വീട്ടുമുറ്റത്തെ കിണറ്റിനുള്ളിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. പട്ടിത്താനം കുന്നത്ത് കിഴക്കേതിൽ വേണുഗോപാലനെയാണ് കിണറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 70 വയസ്സായിരുന്നു. രാവിലെ പല്ല് തേക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു വേണുഗോപാലൻ. ഏറെ നേരമായിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കിണറ്റിനുള്ളിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. വേണുഗോപാലന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള വാടകയ്ക്ക് നൽകിയ വീടിന്റെ മുറ്റത്തെ കിണറ്റിനുള്ളിലാണ് ഇദ്ദേഹത്തെ വീണ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇദ്ദേഹത്തെ പുറത്തെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ വ്യാപാരിയെ കടയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കട്ടക്കയം റോഡിലുള്ള കടയിലാണ് സ്വാമി എന്ന് വിളിക്കുന്ന ഗണേഷിനെ വെള്ളിയാഴ്ച രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 51 വയസ്സായിരുന്നു. പാലാ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. വർഷങ്ങളായി ഇലക്ട്രോണിക്സ് കട നടത്തുകയായിരുന്നു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് കോട്ടയം കാരിത്താസ് ആശുപത്രിയുമായി ചേർന്ന് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ഞായറാഴ്ച കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ മഹാജൂബിലി ഹാളിലാണ് ക്യാമ്പ് നടത്തുന്നത്.
സ്ത്രീകൾക്ക് മാത്രമായി ആധുനിക രീതിയിലുള്ള ക്യാൻസർ നിർണയവും ഉണ്ടായിരിക്കും. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ്. നിർധന രോഗികൾക്ക് മെഡിക്കൽ സഹായവും സംഘടന നൽകുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയം കാരിത്താസ് ആശുപത്രിയുമായി ചേർന്ന് ഞായറാഴ്ച സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ മഹാജൂബിലി ഹാളിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് മെഡിക്കൽ ക്യാമ്പ്. ജനറൽ മെഡിസിൻ, ഓർത്തോപീഡിക്സ്, ഓങ്കോളജി, ENT, ഗ്യാസ്ട്രോ എൻട്രോളജി, കാർഡിയോളജി, പൾമനോളജി എന്നീ വിഭാഗങ്ങൾ ക്യാമ്പിലുണ്ടാകും. സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക രീതിയിലുള്ള ക്യാൻസർ നിർണയ സേവനങ്ങളും ക്യാമ്പിൽ ലഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദഗ്ധരായ ഡോക്ടർമാർ കാരിത്താസിന്റെ ഡോക്ടേഴ്സ് ഇവിടെ എത്തുന്നുണ്ട്. ഒന്ന് ജനറൽ മെഡിസിന്, പിന്നെ ഓർത്തോപീഡിക്സ്, ഓങ്കോളജി, ENT, ഗ്യാസ്ട്രോ എൻട്രോളജി, കാർഡിയോളജി, പൾമനോളജി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എക്കോ, ECG, രക്തപരിശോധന, BP പരിശോധന ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് സൗജന്യമായിട്ട് ക്യാമ്പിൽ ലഭിക്കുന്നുണ്ട്. അതിന് നമ്മുടെ രോഗത്തിനനുസൃതമായ മരുന്നുകളും സൗജന്യമായിട്ട് അന്നേ ദിവസം അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് എടുത്തു പറയാവുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ക്യാൻസർ നിർണയ സംവിധാനം കൂടെ അവിടെ ആദ്യമായിട്ട് കാരിത്താസ് ആശുപത്രി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. അത് കാഞ്ഞിരപ്പള്ളിയിലെ ഉദ്ഘാടനമാണ് അതിൻ്റെ. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാൻ 9495 405980 9745 606963 8547972547 എന്നീ നമ്പറുകൾ ഉപയോഗിക്കാം. പ്രസിഡന്റ് KK മൈക്കിൾ, ജനറൽ സെക്രട്ടറി റെജി കൊച്ചുകരിപ്പാപ്പറമ്പിൽ, ട്രഷറർ മെൽബിൻ പോളശ്ശേരി, മെഡിക്കൽ ക്യാമ്പ് ചെയർമാൻ ഫിലിപ്പ് നിക്കോളാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 12:30 വരെയും പേര് രജിസ്റ്റർ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മുൻ മന്ത്രി CF തോമസിന്റെ 4ാം ചരമവാർഷികം ആചരിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ കബറിടത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. മുൻ മന്ത്രി CF തോമസിന്റെ 4ാം ചരമവാർഷികം ആചരിച്ചു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്താൻ പള്ളിയിലെ കബറിടത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായിരുന്ന CF തോമസിന് സ്മാരകം നിർമ്മിക്കാൻ ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്ക് താൽപര്യമില്ലെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. CF തോമസിന്റെ സ്മരണ നിലനിർത്താൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. CF തോമസ് സാറിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നിവേദനം നൽകും. അതിനുശേഷം അത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, നീരണം രാജൻ, ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, ടിജോ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, മോഹൻദാസ് അമ്പലാറ്റിൽ, കോട്ടയം ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണ്ണിന്റെ ആരോഗ്യവും കീടനിയന്ത്രണവും എന്ന വിഷയത്തിൽ അകലക്കുന്നത്ത് സെമിനാർ നടത്തി. സെമിനാറിൽ പങ്കെടുത്തവർക്ക് ജീവാണുവളം വിതരണം ചെയ്തു. അകലകുന്നം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മണ്ണിന്റെ ആരോഗ്യവും കീടരോഗ നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. അകലകുന്നം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ടെസ്സി രാജു അധ്യക്ഷനായിരുന്നു. VFPCK ഡെപ്യൂട്ടി ഡയറക്ടർ IB സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് CR, പഞ്ചായത്ത് മെമ്പർമാരായ രാജശേഖരൻ നായർ, CG സണ്ണി, കൃഷി അസിസ്റ്റന്റ് ശശികല, കാമ്പാടി ബ്ലോക്ക് MLRP ഹരികുമാർ വറ്റക്കര, CRPTS ജോസ്, ജോയി പോത്തനാമല തുടങ്ങിയവർ പങ്കെടുത്തു. സെമിനാറിൽ പങ്കെടുത്തവർക്ക് KVKയുടെ സൂക്ഷ്മമൂലക കൂട്ടും ജീവാണുവളങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാല റിവർവ്യൂ റോഡിന്റെ പണികൾ ഇഴയുന്നു. മീനച്ചിലാറിന്റെ തീരത്തുകൂടി ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കൊട്ടാരമറ്റം വരെ നിരവധി തൂണുകളിൽ പാലമായി തീർക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് വൈകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണോദ്ഘാടനം നടക്കുകയും പിന്നീട് വർഷങ്ങളോളം കാത്തിരുന്ന ശേഷം പണി ആരംഭിക്കുകയും ചെയ്തതാണ് പാല റിവർവ്യൂ റോഡ് പദ്ധതി. മീനച്ചിലാറിന്റെ തീരത്ത് 1 കിലോമീറ്റർ ദൂരമുള്ള വലിയ പാലമാണ് പണി തീർക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറെക്കുറെ പൂർത്തിയായെങ്കിലും കൊട്ടാരമറ്റത്തും ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപത്തും അനുബന്ധ റോഡുകൾ പണിയുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. നിലവിലുള്ള റിവർവ്യൂ റോഡ് കൊട്ടാരമറ്റത്തേക്ക് നീട്ടുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി. പാല വലിയ പാലത്തിന് സമീപം തൂണുകളിൽ
തീർക്കുന്ന പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ അനിശ്ചിതാവസ്ഥയിലാണ്. ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം റവന്യൂ ഭൂമിയെന്ന് കണക്കാക്കി നിർമ്മാണം നടത്തിയപ്പോൾ സ്ഥലവുടമ എതിർപ്പുമായി എത്തിയിരുന്നു. കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറിവരും വിധമാണ് നിർമ്മാണം നടത്തിയത്. നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാതെയാണ് നിർമ്മാണം നടത്തിയത്. സ്ഥലം ഏറ്റെടുത്തപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർക്കുണ്ടായ പാളിച്ചയാണ് കുഴപ്പങ്ങൾക്കിടയാക്കിയത്. ഇതുമൂലം ഈ ഭാഗത്ത് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. കൊട്ടാരമറ്റം ഭാഗത്ത് 200 മീറ്ററോളം നീളത്തിൽ അനുബന്ധ റോഡ് പണിതീർക്കേണ്ടതുണ്ട്. തൂണുകളിൽ പാലമായി പണിതീർത്ത ഭാഗത്തും നിർമ്മാണ പ്രവർത്തികൾ ഇനിയും നടക്കാനുണ്ട്. പാലാ ഏറ്റുമാനൂർ റോഡിന് സമാന്തരമായാണ് റിവർവ്യൂ റോഡ്. ലാലം ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി ജംഗ്ഷൻ വരെയാണ് നിലവിൽ റോഡുള്ളത്. ഇവിടം മുതൽ കൊട്ടാരമറ്റം വരെ റോഡ് ദീർഘിപ്പിക്കുന്നതോടെ പാലാ ടൗണിൽ പൂർണ്ണമായും ഒരു സമാന്തര പാത ഉണ്ടാകും. മീനച്ചിലാറിന്റെ തീരത്തുകൂടി 150-ൽ പരം തൂണുകൾ തീർത്താണ് പാലം. 12 മീറ്റർ വീതിയുള്ള റോഡിൽ 2 മീറ്റർ വീതിയിൽ നടപ്പാത ഉണ്ടായിരിക്കും. നടപ്പാത ആറ്റിലേക്ക് തള്ളി നിൽക്കും. കൊട്ടാരമറ്റത്ത് 100 അടി വീതിയിൽ പ്രവേശന കവാടം ഉണ്ടായിരിക്കും. റിവർവ്യൂ റോഡ് പൂർത്തിയാക്കുന്നതോടെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗത തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനാകും. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത ഗ്രാമശ്രീ ഇനം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ ഒന്നിന് 130 രൂപ നിരക്കിൽ ഒക്ടോബർ 3 തെക്കേത്തുകവല മൃഗാശുപത്രിയിൽ വിതരണം ചെയ്യും. ആവശ്യക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഫോൺ 9447 606355. വാഴൂർ പഞ്ചായത്തിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിലേക്ക് പരിചയസമ്പന്നരായ വനിതാ ട്രെയിനറെ ആവശ്യമുണ്ട്. തൃശൂർ മതിലകത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ജില്ലാ ടീം തെരഞ്ഞെടുപ്പ് 29 രാവിലെ 8 കോട്ടയം ഗിരിദീപ സ്കൂളിൽ നടത്തും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള 2007 ജനുവരി 1 ശേഷം ജനിച്ച കുട്ടികൾ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊണ്ടുവരണം. 50 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അൻവർ എഫക്റ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി പുളയുകയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അൻവർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും തിരുവഞ്ചൂർ. കോട്ടയം സംക്രാന്തിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. 800 ഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കൊണ്ടുവന്നത് എറണാകുളത്തു നിന്നും. സഹായിയും കസ്റ്റഡിയിൽ. കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് കറുത്ത വെള്ളിയാഴ്ച. പട്ടിത്താനത്ത് ഗൃഹനാഥൻ കിണറ്റിൽ വീണു മരിച്ചു. പാലായിൽ വ്യാപാരി കടയിൽ തൂങ്ങി മരിച്ചു. നട്ടാശ്ശേരി വട്ടമൂടിൽ കുഴിയിൽ അജ്ഞാതൻ മരിച്ച നിലയിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.